ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്ന ദിവസമാണല്ലോ ഇന്ന്. ചിത്രം അടുത്തയാഴ്ച ഏപ്രിൽ 24-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാർ OTT പ്ലാറ്റ്ഫോമിലൂടെ മലയാളം ഉൾപ്പെടെ 4 ഭാഷകളിൽ OTT റിലീസിനായിട്ടൊരുങ്ങുന്നു എന്നൊരു ഒഫീഷ്യൽ പ്രഖ്യാപനമാണ് ഇതിനോടകം തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. മാർച്ച് 27-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി കൃത്യം 28 ദിവസം കൊണ്ട് OTT റിലീസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് സിനിമ ഇതിനോടകം തന്നെ തിയേറ്ററുകളിൽ കണ്ടവരെ ഞെട്ടിക്കുന്ന ഒന്നാണെന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. എന്നാൽ അതേസമയം ലാലേട്ടന്റെ മുൻ സിനിമകളുടെ OTT റിലീസും തിയേറ്റർ റിലീസും തമ്മിലുള്ള ഡ്യൂറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ എമ്പുരാൻ എന്ന സിനിമയുടെ OTT റിലീസും ഉടനെ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ട കാര്യമാണ്. ഇപ്പോഴത്തെ എമ്പുരാൻ എന്ന സിനിമ OTT റിലീസായിട്ട് അടുത്തയാഴ്ച കൂടുതൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ്. ഇതിനിടയിൽ എമ്പുരാന്റെ OTT റിലീസ് പ്രഖ്യാപനം ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് വന്നത് നമ്മുടെ വിമർശകരെ വീണ്ടും ചമ്മിപ്പിക്കുന്ന ഒന്നായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഇന്നോ ഇന്നലെയോ ഒക്കെ നമ്മുടെ ചാനൽ കമന്റ് ബോക്സിൽ കാണാൻ കഴിഞ്ഞ പല കമന്റുകളിൽ ഒന്നായിരുന്നു എമ്പുരാൻ OTT അവകാശങ്ങൾ സ്വന്തമാക്കാനായിട്ട് ആരുമില്ല. സിനിമയ്ക്കുള്ളിലെ ഒരു രാഷ്ട്രീയ വിഷയം വിവാദമെല്ലാം തന്നെ കാരണം സിനിമ എടുക്കുന്നതിൽ നിന്നും ഹോട്ട്സ്റ്റാറും ഒപ്പം തന്നെ ഏഷ്യനെറ്റ് എല്ലാം തന്നെ പിന്മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് ഈ വിമർശകർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. ഇപ്പോഴത്തെ അവർക്കുള്ള മറുപടിയാണ് ഇന്നേ ദിവസം ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത്. ഏഷ്യനെറ്റാണ് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയതെന്ന് ഇപ്പോഴത്തെ ഉറപ്പാക്കപ്പെട്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ബോധവും ബുദ്ധിയുമില്ലാത്ത വിമർശകരിലേക്ക് ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ ഇഷ്ടനടന് ഒരു തേങ്ങയും പറയാനായിട്ടില്ലാത്തത് കൊണ്ടാകാം ആ ഇഷ്ടനടനെ പോലും ഇവർ ഫോളോ ചെയ്യുന്നില്ല. മറിച്ച് നമ്മുടെ ലാലേട്ടന്റെ റെക്കോർഡുകളെ അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ നേട്ടങ്ങളെ എല്ലാം തന്നെ കുറിച്ചാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഒരു നിരീക്ഷണം, മൊത്തത്തിലുള്ള സോഷ്യൽ മീഡിയ നിരീക്ഷണം എല്ലാം തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രമുഖ നടന്റെ ആരാധകർക്ക് തന്നെ അറിയാം തങ്ങളുടെ ഇഷ്ടനടനെ കൊണ്ട് ഇനിയൊരു തേങ്ങയും ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. എന്തെങ്കിലും റെക്കോർഡ് ഉണ്ടാക്കണമെങ്കിലോ ഒന്നല്ലെങ്കിൽ ലാലേട്ടന്റെ സഹായം വേണം, അതല്ലെങ്കിൽ ആ ഇഷ്ടനടന്റെ മകന്റെ പാനന്ത്യൻ സ്റ്റാറിന്റെ സഹായം എല്ലാം തന്നെ വേണ്ടി വരുമെന്ന്. എന്തായാലും ലാലേട്ടൻ വിമർശകർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മറുപടി കൊടുക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം നന്ദി ഈ പ്രമുഖ നടന്റെ ആരാധകരോട് പ്രത്യേകം അറിയിക്കുകയാണ്. ഇതിനിടയിൽ എമ്പുരാൻ എന്ന സിനിമയുടെ HD പതിപ്പ്, ക്ലിയർ HD പതിപ്പ് ഇന്നലെ ലീക്കാക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് സിനിമയുടെ വേഗത്തിലുള്ള OTT അപ്ഡേറ്റും വന്നിരിക്കുന്നത്. നിലവിൽ സിനിമയുടെ HD പതിപ്പ് ലീക്കാക്കപ്പെട്ടത് സിനിമയെ വലിയ രീതിയിൽ ഇനി ബാധിക്കാൻ സാധ്യതയില്ല. കാരണം സിനിമ ബോക്സ് ഓഫീസിൽ ഏറെക്കുറെ ഫൈനൽ റണ്ണിന്റെ അടുത്തേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല സിനിമ അടുത്തയാഴ്ച OTT റിലീസിനായിട്ടും ഒരുങ്ങുകയാണ്. അപ്പോൾ എമ്പുരാൻ എന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കാം. സിനിമയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.